ഗൈസ് അങ്ങനെ ജിമ്മ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞു നേരെ ഞാൻ ഇറങ്ങി. കാരണം ഇന്ന് എനിക്കൊരു ദിവസം ഒരു ഓഫ് കിട്ടി, വീക്ക് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചങ്ക് പ്രോസ് ആരും ഫ്രീ അല്ല, പലരെയും വിളിച്ച് നോക്കി. അപ്പോൾ വീക്ക് ഡേയ്സിൽ എല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ എമിൽ ബ്രോ ഇന്ന് ഫ്രീ ആണ്. അപ്പോൾ എമിൽ ബ്രോയ്ക്ക് ഇങ്ങോട്ട് വരാനൊക്കത്തില്ല, കാരണം എമിൽ ബ്രോയുടെ മോളെ എമിൽ ബ്രോയ്ക്ക് ഡേ കെയറിൽ കൊണ്ടുവിടുകയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോയി അവനെ ഒന്ന് കാണാം, കാരണം ഒത്തിരി ആളായി അവനെ കണ്ടിട്ട്. അത് തന്നെയല്ല, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എമിൽ ബ്രോ എന്താ വീഡിയോസ് വരാത്ത, എമിൽ ബ്രോ ഞാൻ തമ്മിൽ തെറ്റിയോന്നൊക്കെ. ഞങ്ങളിടയ്ക്ക് തെറ്റാറൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അവനെ ഇന്ന് വീഡിയോ കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു ഗൈസ്. അപ്പോൾ എമിൽ ബ്രോ താമസിക്കുന്നത് പോർട്ട് പോക്കറ്റിലോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് ഗൈസ്. നല്ല മഴയാണ്, ജില്ല് മഴയാണ്. പക്ഷെ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ തന്തവായി പഠിച്ചങ്ങിരുന്ന് പോകും. അപ്പോൾ അതിലും നമുക്ക് എന്തെങ്കിലും ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ് ഗൈസ്. അപ്പോൾ ഒരു ഡേ ഓഫ് കിട്ടിയപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. രാവിലെ ജിമ്മിലൊക്കെ പോയി ഇനി നേരെ എമിൽ ബ്രോയുടെ അടുത്തോട്ട് പോകാം. ഓക്കെ, ജില്ല് ഗൈസ്. ഗൈസ് നല്ല കിടുക്കാച്ചി മഴയാണ്. നമ്മൾ എമിൽ ബ്രോയുടെ സാമ്രാജ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹലോ. അപ്പോൾ എമിൽ ബ്രോ സെറ്റാണെന്നോ നമുക്ക് നോക്കിയിട്ട് വരാം ഗൈസ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും എനിക്കൊന്ന് വർക്കൗട്ടിൻ്റെ ഒരു മോഡാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കണ്ട ലേഡിയും വർക്കൗട്ടിന് ജിമ്മിൽ പോവാം. ഇതാണ് എമിൽ ബ്രോയുടെ സാമ്രാജ്യം ഗൈസ്. അതിപ്പോൾ എമിൽ ബ്രോയുടെ വീട് ഏതാണെന്നങ്ങനെ കണ്ടുപിടിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതാണ് എമിൽ ബ്രോയുടെ വീട്. ഇതായിരിക്കും 614. എമിൽ ബ്രോയുടെ വണ്ടിയൊക്കെ വെളിയിൽ തന്നെ ഉണ്ട് ഗൈസ്. എമിൽ ബ്രോ ക്യാമറയൊക്കെ ഉള്ള വെല്ല വെച്ചിരിക്കുന്നത്. ഇവന് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞു? എമിൽ ബ്രോ വാട്സാ. ഗൈസ് എമിൽ ബ്രോയുടെ മാസ് എൻട്രി. എമിൽ ബ്രോ ഇത് ഇച്ചിരി മെസ്സിയാണ്, കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുഞ്ഞൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. പക്ഷേ എന്നാലും ഒരു 85 ഇഞ്ചിൻ്റെ TV അത് എമിൽ ബ്രോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എമിൽ ബ്രോ നീ ഗൈസ് എമിൽ ബ്രോ നാട്ടിലൊരു ലേബൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പ്രായമായ കാലത്ത് പഠിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഇപ്പോൾ ഇത്രയും വലിയ നിലയിലെത്തിയത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എമിൽ ബ്രോയുടെ വീടിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ ഒരു തെണ്ടി അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തു, ഈ ഊള വീടിനകത്ത് 2.5 മില്യൺ എന്ന്. ഗൈസ് ഇപ്പോൾ ഇതിൻ്റെ റിനോവേഷനും കഴിഞ്ഞ് എല്ലാം സെറ്റായി. ഏകദേശം $3 മില്യൺ. 3 ഇല്ലടാ ഇപ്പോൾ, 3 മില്യൺ അല്ല. ഇതൊക്കെ വെറുപ്പിക്കാൻ വേണ്ടിയാണ് നിന്റെ ഫോട്ടോ തന്നെ ഐപാഡിനകത്ത് വെച്ചേക്കുന്നത്. വേറെ തന്നെ വൈകി വേറെന്താ ഫുള്ളോണ് ഉണ്ട്. കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിൽ ബ്രോ ഒരു വീക്ക്നെസ് ആണ്. കുഞ്ഞിന് വേണ്ട എല്ലാ സാധനങ്ങളും എമിൽ ബ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു $2 മില്യൺ ടോയ്സ് തന്നെ ഉണ്ട് ഈ വീടിനകത്ത്. വൈബ് വേറെ തന്നെ വൈബ് ഗൈസ്. എമിൽ ബ്രോ ഒരു ഓഫ് റോഡ് വണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി വന്നിരിക്കുന്നത്. ഫോർറണ്ണർ. ഗൈസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് എമിൽ ബ്രോയുടെ വീട്ടിൽ ഇരിക്കുന്നത്. ഗ്രാമഫോൺ. മോനെ എമിൽ ബ്രോ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് മാത്രമല്ല, ഒരു കലാകാരനും കൂടെ ആണെന്നുള്ളൊരു രഹസ്യം ആ പരസ്യമാകുകയാണ് ഗൈസ്. വൈബ് പാട്ടൊന്നും വരുന്നില്ലല്ലോ. മോനെ. പിന്നെ എമിൽ ബ്രോ ഒരു ഗെയിമറും കൂടെയാണ് ഗൈസ്. രണ്ട് PS5. ഗെയിമൊക്കെ ഞാൻ നിർത്തി, നമ്മളെ പണിയൊക്കെ നിർത്തി ബോയ്സ് ഗൈസ്. പിന്നെ നമ്മൾ ഒരു ഗിവ് അവേ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഗൈസ്. അതിൻ്റെ ഗിവ് അവേയുടെ ഫുൾ സ്പോൺസർഷിപ്പ് എമിൽ ബ്രോ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. എടാ നിനക്ക് ആൾക്കാരോട് വർക്കൗട്ടിനെ പറ്റി എന്തെങ്കിലും 2 മോട്ടിവേഷൻ, കാരണം എന്നെ വർക്കൗട്ടിൽ ഇറക്കിയത് എമിൽ ബ്രോ ആണ് ഗൈസ്. എമിൽ ബ്രോ ഇപ്പോൾ ജിമ്മിലോട്ട് പോകുന്ന വഴിയാണ്. എടാ എന്തെങ്കിലും 2 മോട്ടിവേഷണൽ ടോക്ക്. ഗൈസ് എമിൽ ബ്രോയ്ക്ക് നാട്ടിൽ വിലയൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ പുല്ല് വിലയാണ്. ഞാനിവിടുത്തെ ചിക്സുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യാൻ നോക്കിയപ്പോൾ എമിൽ ബ്രോ പറഞ്ഞു, എടാ ശവമേ മിണ്ടായിരിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എമിൽ ബ്രോയ്ക്ക് ഇവിടെ ഭയങ്കര വിലയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ വേറെ ഒരു വൈബാണെങ്കിലും എമിൽ ബ്രോ ഈ ബിൽഡിങ്ങിനകത്ത് എമിൽ ബ്രോ വേറെ തന്നെ ഒരു വൈബാണ്. കാരണം എന്ന് വെച്ചാൽ എമിൽ ബ്രോ വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എമിൽ ബ്രോയുടെ ഓഫ് റോഡ് വണ്ടി കാണാനാണ് പോകുന്നത്. എമിൽ ബ്രോയുടെ കാർ കളക്ഷൻ. തെറ്റിദ്ധരിക്കണ്ട ഗൈസ്, ഇതെല്ലാം എമിൽ ബ്രോയുടെ അല്ല, പക്ഷേ ഇത് എമിൽ ബ്രോയുടെയാണ്. മോനെ വണ്ടി ഇറക്ക്, കത്തട്ടങ്ങോട്ട് ഗൈസ്. ഇതാണ് എമിൽ ബ്രോയുടെ വണ്ടി. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഒന്നും എടുക്കാൻ ടൈമില്ല. നമ്മൾ ഒരു ഓഫ് റോഡിന് പോകാമെന്ന് എമിൽ ബ്രോ പറഞ്ഞിട്ടുണ്ട്. മോനെ പുതിയ വണ്ടി മാറിയിരിക്കുക. അതാണ് V6 എഞ്ചിനാണ്. മൊത്തത്തിൽ കൊള്ളാം. ഇതെന്താ ചൂടായി? നീ രാവിലെ എങ്ങോട്ട് പോയി? എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? കത്തുവോ? ഗൈസ് ഹോൺ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നല്ല സൗണ്ടാണ് എമിൽ ബ്രോ പറയുന്നത്. ഓണം കേക്കട്ടെ.
ശരി. എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. വണ്ടി ഓണാക്കിയപ്പോ തന്നെ ഒരു ടാക്സി ഫീൽ ഉണ്ട്. എടാ എന്നാ നമ്മൾ ഓഫ് റോഡിന് പോകുന്നത്? ഇതൊക്കെ കണ്ടോ തുറന്നിട്, നല്ല കത്തട്ടുണ്ട് എല്ലാം കൊണ്ട് കേസ്. വണ്ടി വേറെ തന്നെ വൈബാണ്. പക്ഷേ ഇതൊരു ഓഫ് റോഡിന് പോകാന്നുള്ള. പക്ഷേ ഓഫ് റോഡ് ഞങ്ങളുടെ കൂട്ടത്തിൽ കിങ് ഉണ്ട് കേസ്. ഞങ്ങളുടെ മുനീർക്ക ഹിഷാമിക്ക രണ്ടുപേരും ഓഫ് റോഡ്. എമിൽ ബ്രോ അടിക്കുന്ന ക്രിയാറ്റിനാണിത്. എടാ എമിൽ ബ്രോ ഇത് ചെയ്യുമ്പോൾ പഞ്ചാരമുട്ടായി തിന്നുന്നോട്ട് വാരി വലിച്ച് തിന്നാനുള്ളതല്ല, വർക്കൗട്ട് ചെയ്ത് അത് കടിക്കാനുള്ളത്. വല്ല അസുഖം വരും നിനക്ക്. എന്തായാലും എന്നെ ജിമ്മിൽ പോകാൻ മോട്ടിവേറ്റ് ചെയ്ത മനുഷ്യനാണ് കേസ് ഈ എമിൽ ബ്രോ എന്ന് പറയുന്നത്. ഭയങ്കര ഇവൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ വേറെ ലെവലാണ്. എത്ര വർഷമാണ് നീ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? 12 വർഷമായി കേസ്. 12? നീ ഒന്ന് നിർത്തിക്കായിരുന്നു, ചുമ്മാ എറിഞ്ഞു നോക്കിയതാ. ഇവിടെ മറ്റേ ബീജ് ഇട്ട് കൊടുക്കാം. കേസ് നമ്മളിന്ന് ഏതായാലും ഇവിടെ വരെ വന്നു എമിൽ ബ്രോ വർക്കൗട്ട് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ എമിൽ ബ്രോയുടെ വർക്കൗട്ട് വീഡിയോയും കൂടെ അങ്ങ് സെറ്റ് ചെയ്യാവുന്നത്. എമിൽ ബ്രോ ജിം. നീ എത്ര രൂപ കൊടുക്കുന്ന അവിടെ? അവിടെ 12 രൂപ. 12 രൂപയ്ക്ക് എല്ലാ ലൊക്കേഷനും പോകാൻ പറ്റില്ലല്ലോ. അത് കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കോ. കേസ് എമിൽ ബ്രോ ഇന്ന് ചെസ്റ്റാണ് ചെയ്യുന്നത്. കട്ട വർക്കൗട്ടാണ് കേസ്. മോനെ കത്തീരേ. എമിൽ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ജിമ്മി വിട്ട ഒരു മനുഷ്യനാണ് എമിൽ ബ്രോ. ഒരു സപ്പോർട്ട് പോലും ഇല്ലാതാണ് എമിൽ ബ്രോ ഈ വെയിറ്റ് ഇട്ട് അടിക്കുന്നത്. വേറെ തന്നെ വൈബ്. കേസ് എമിൽ ബ്രോയ്ക്ക് ഞാനും കൂടെ വർക്കൗട്ട് ചെയ്യണം, എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്നൊരാഗ്രഹം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ അടിക്കാൻ പോവാം. എന്നാ എൻ്റെ വീഡിയോ എടുത്തു. വീഡിയോ എടുക്കും. One. Come on. Good job, Robs. എമിൽ ബ്രോ ഇന്ന് ചെസ്റ്റും ഷോൾഡറുമാണ് അടിക്കുന്നത്. അടിയുണ്ട്. വീഡിയോയ്ക്ക് ഹൈപ്പ് കിട്ടാനാണ് നിങ്ങൾ വിചാരിക്കുക. അതൊന്നുമല്ല, ഇവൻ സ്ഥിരമായിട്ട് അടിക്കുന്നതായിട്ട്. ഇവൻ വേറെ തന്നെ വൈബാണ്. ഇവൻ എൻ്റെ ഗുരുവാണ് ഗൈസ്, എൻ്റെ ഗുരുനാഥനാണ് എമിൽ ബ്രോ. അത് തന്നെയല്ല, ഈ ജിമ്മിൽ ചിക്സിൻ്റെ ഒരു വൻ കളക്ഷനാണ് ഗൈസ്. വെറുതെ അല്ല എമിൽ ബ്രോ രാവിലെ ജിമ്മിൽ പോകാനെന്ന് പറഞ്ഞാൽ അവനാണ്. താങ്ക് യു. എമിൽ ബ്രോയുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിക്കോ. ഓക്കെ. താങ്ക് യു. അടുത്ത പരിപാടി എന്താ എമിൽ ബ്രോ? മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എമിൽ ബ്രോ ആണ് മോട്ടിവേഷൻ ഗൈസ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവനോട് വർക്കൗട്ട് ചെയ്യാനല്ല വരുന്നത്, ചിക്സാണ് ഗൈസ്. ചിക്സിനെ കാണാൻ വരുന്നത്. അതൊന്നല്ല കേട്ടോ, കട്ട വർക്കൗട്ട് കണ്ടില്ലേ? അവൻ്റെ ബോഡി കണ്ടില്ലേ? ബോഡിയൊന്നും ആരെയും കാണിക്കുന്ന ഇഷ്ടമല്ല, ഫുള്ളി കവേർഡായിട്ട് നടക്കത്തില്ല. എന്നാൽ അതിൻ്റെ അഹങ്കാരമില്ല അവൻ. ഗൈസ് അങ്ങനെ എമിൽ ബ്രോയുടെ ജിമ്മിൽ പോയി കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്ത് കിട്ടിയ ജിമ്മാണ് ഗൈസ്. ഞാനും പോകുന്ന ഫിറ്റ്നസ് വേൾഡിൽ തന്നെ, പക്ഷേ അത് ഇച്ചിരി പഴയത്. ഇത് കിടുവായിരുന്നു എമിൽ ബ്രോയുടെ വർക്കൗട്ടൊക്കെ. അത് തന്നെ ഈ വർക്കൗട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും എമിൽ ബ്രോ വേറെ ലെവലിലോട്ട് പോകുമെന്ന് തോന്നുന്നു. മിക്കവാറും ഈ വീഡിയോയോട് കൂടി എമിൽ ബ്രോ എയറിലായിരിക്കും. എമിൽ ബ്രോയുടെ മോളെ എടുക്കാൻ വേണ്ടി ഡേ കെയർ വന്നിരിക്കുകയാണ്. എമിൽ ബ്രോയുടെ മോളെ കൂടെ കാണിക്കാം ഈ വീഡിയോയിൽ. ജില്ലെന്ന് എമിൽ ബ്രോയുടെ മോളാണ്. Yes. Here we go. What's your name? I'm Miss Amanda. Nice to I got a meet vlog, eh? you. Oh, you do? Yeah. Oh, picking up. So she's Amanda, she's taking care of Mimi, eh? Yes, that's right. Picking up from school today. Happy Wednesday. There you go. Yes, we're gonna pretend we're in the Bahamas. Oh, are you? And we're gonna. I'll meet you guys at the airport later. Like, Okay, I'm gonna see you there. Yeah. I work with Air Canada. Oh yeah, no, I'm making a joke. Like, I'll meet you guys at the airport to go to Bahamas. Okay, I thought you were going to Bahamas. We're like going tonight. Okay, get your bags. Yeah, I know, right? I thought I'll take care of you. I'll give you a business class upgrade there. Oh yeah, amazing. Alright. Thank you guys. Guys, Mimi എന്നെ കണ്ട് കിളി പോയിരിക്കുകയാണ്. Mimi ഇത്രയും ചെറിയ മനുഷ്യരെ ഒന്നും അധികം കണ്ടിട്ടില്ല. Mimi!
കുഞ്ഞിന് ചെറിയ പനിയൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ പിന്നെ നമ്മൾ കുഞ്ഞിനെ അത് ഇപ്പോൾ എക്സ്പോസ് ചെയ്യുന്നില്ല, സെറ്റായിട്ടിരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മിമിയുടെ ടീച്ചർ ഭയങ്കര വൈബാണ് കേസ്, വേറെ തന്നെ വൈബ്. അപ്പോൾ ഓക്കെ ഉണ്ടോ, നമ്മൾ കത്തുവാണ്. അപ്പോൾ പിരിയുക. ഓക്കെ ബായ്. ഒരു ബായ് അടിയടാ, ഒരു ബായ് അടി മിമിക്ക്. വേറെ മിമി ബായ്, മിമി ബായ്. മിമിയുടെ മൂഡ് ഔട്ടാണ് കേസ്, കാരണം മിമി മമ്മിയെ കാണാത്തോണ്ടുള്ളൊരു മൂഡ് ഔട്ടാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ സെറ്റാണ്. നമുക്ക് വേറെ അടുത്തിന് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കാം. അപ്പോൾ എമിൽ ബ്രോ താങ്ക് യു സോ മച്ച്. കേസ് അങ്ങനെ നമ്മൾ എമിൽ ബ്രോയുടെ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് പറ്റുവാണെങ്കിൽ റിഷാദ് ബ്രോയെ കൂടെ ഒന്ന് കാണാം, കാരണം ഞാൻ ഒത്തിരി ദിവസം ഇവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ പോയി ഒന്ന് വിസിറ്റ് ചെയ്തില്ലെങ്കിൽ മനസ്സിനൊരു ഇതാണ്. റിഷാദ് ബ്രോ, എമിൽ ബ്രോ, ആ ഒരു ഗ്യാങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് വർക്കാണ്. റിഷാദ് ബ്രോ എന്ന് വിളിച്ചു നോക്കാം. റിഷാദ് ബ്രോ എന്നൊക്കെ പറഞ്ഞാൽ പോസിറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്തൊരു മനുഷ്യനാണ്, ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, റിഷാദ് ബ്രോ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ആൾ ചിലപ്പോൾ ബിസി ആയിരിക്കും, മിക്കവാറും വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമുക്ക് വേറെ ദിവസം പോയി കാണാം. ഇന്നിനി നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ നോക്കാം. ഈ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുന്നില്ല കേസ്, ഇതങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, വേറെ തന്നെ വൈബ്. അപ്പോൾ മഴയെന്നൊക്കെ പറഞ്ഞാൽ ജാതി മഴയാണ്. ഈ രാവിലെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇതാണ് വാൻകൂവറിൻ്റെ ഒരു കുഴപ്പം, സ്നോ ഇല്ല, ബട്ട് മഴയായിട്ട് ഇതിങ്ങനെ സെറ്റാകും. പക്ഷേ മഴയാണെങ്കിൽ നമുക്ക് വർക്ക് വലിയ വിഷമമാകും. അതായത് ഇന്ന് വർക്ക് ഇല്ലാഞ്ഞത് കാര്യമാണ്. പക്ഷേ എനിക്ക് നാളെ ഫുൾ ഡേ വർക്കാണ്. നാളെ മിക്കവാറും മഴയത്തായിരിക്കും. നമ്മൾ മഴയത്ത് വേറെ തന്നെ വരും. മഴയെന്നൊക്കെ പറഞ്ഞാൽ ജാതി മഴയാണ്, ഒരു രക്ഷയില്ല. മഴ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇതുവരെ ഒന്ന് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും പ്രത്യേകിച്ച് ഇനി മഴ ആയിക്കൊണ്ട് വേറെ പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുവാണ് ഗൈസ്. ഇടയ്ക്ക് ഇങ്ങനെ ഓഫൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ എന്നാലും മഴയൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല, അതാണ് കാര്യം. ഏതായാലും എമിൽ ബ്രോ ഫാൻസിന് വേണ്ടി ഞാൻ ഈ വീഡിയോ ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് കേസ്. കാരണം എമിൽ ബ്രോ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ എമിൽ ബ്രോ ഇവിടെ ഉണ്ട്, കട്ടയ്ക്ക് കട്ടള പോലെ നമ്മളിവിടെ ഉണ്ട്. പിന്നെ ഈ ജോലിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും ബിസിയാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എപ്പോഴും ഒരു മീറ്റപ്പ് ഒന്നും നടക്കാത്തത്. അപ്പോൾ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് സെറ്റ് ആകാം ഗൈസ്. നമുക്ക് ക്രിസ്മസിൻ്റെ വൈബായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. കാരണം ഈ വർക്കും കാര്യങ്ങളും എല്ലാം കൂടെ അങ്ങോട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ഒക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. പക്ഷേ നമ്മൾ സെറ്റ് ചെയ്യും ഗൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, കീപ് സപ്പോർട്ടിങ്. റോബി കേറ്റിംഗ് സൈനിങ് ഔട്ട്.